ഹലോ ഗൈസ്, രാത്രി 2 മണിക്ക് നമ്മൾ ഒരു മൂന്നാർ റൈഡ് പോവുകയാണ്. ഫ്രണ്ടിലുള്ള പാവം ചേട്ടൻ പെട്ട് നിൽക്കുവാണ്. വഴിയും കാണാൻ പറ്റത്തില്ല, ഇത് അങ്ങോട്ടാന്ന് പോലും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഇരുട്ടുകാനെത്തിട്ടോ. ചേട്ടാ വേണ്ട ചേട്ടാ, റോഡൊന്ന് പറഞ്ഞു തന്നാ മതി. വീഡിയോ കാണുമ്പോഴത്തെ റോഡ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ literally it's fully loaded with the snow. ഫ്രണ്ടിലാ ചേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഞങ്ങള് സേഫ് ആയിട്ട് പോകുന്നു. ആ ചേട്ടാ കേറിപ്പോന്ന് പറയണ്ട്. ചത്താലും ഞങ്ങള് കേറിപ്പോവില്ല ഏട്ടാ. ഞങ്ങക്ക് ഒപ്പം നടന്നേക്കാളും പുറകെ നടക്കുന്ന ഇഷ്ടം. പാവം ചേട്ടൻ, എടാ ഒന്ന് കേറിപ്പോടാ, ഒന്ന് കേറിപ്പോടേ. ചേട്ടൻ വല്ല പോയി കുഴി വീണ് നമ്മളും അതിന്റെ പുറകെ പോയി ഒരു കുഴി വീഴും. ചേട്ടാ സൈഡത്തിൽ പിടിക്കണ്ട അങ്ങനെ. കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട് ഇതിന്റെ തൊട്ടടുത്താന്ന് പറഞ്ഞാലും വഴി കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും കേസ്? സൈഡൊക്കെ നോക്കിയ കേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ളൊരു മഞ്ഞാണ്. കിട്ടിയിട്ടുണ്ട്. യെസ്, അവരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നു. യെസ് ഗൈസ്, ഇപ്പോൾ വെളുപ്പം 2:47. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീട് വരെ പോയിട്ട് വന്നാ. നോക്കൂ. യെസ് ഗൈസ്, വി ആർ നോട്ട് മൂന്നാർ. വീട്ടിൽ പോയില്ല, റൂം വേണ്ട. സ്വന്തമായിട്ട് വീടുണ്ട്, അവിടെ വേറെ റൂമിൻ്റെ ആവശ്യമില്ലെന്ന്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ പോകാണ്ട് അപ്പുറേ ചിന്നക്കനാല് പോയിട്ട് അവിടുത്തെ സൺറൈസ് ഒക്കെ കണ്ട് പതുക്കെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോയി ഓണമൊക്കെ കൂടാം. 2 മണിയാകുമ്പോൾ നമ്മൾ കിടക്കും കേട്ടോ. കാറിൻ്റെ അകത്ത് തന്നെയാണ് കിടത്ത്. 3 മണിയായി. ഇനിയും ഒരു 3 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് വേണം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ പോയി സൺറൈസ് കാണാൻ. അപ്പം അത് കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല, കയറ്റാ വീട്ടിൽ പോയി ഓണം കൂടാ. അപ്പം ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ കാറിൽ കിടന്നുറങ്ങി. രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റു. സൺറൈസ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. ഇപ്പം നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോൾ പ്ലാസ ഉണ്ടല്ലോ, മൂന്നാർ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അവിടെ വെള്ളമില്ല ഗൈസ്, വെള്ളമില്ല, പണിപ്പാളി. പെട്രോളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത നമ്മുടെ സ്പോട്ടിലേക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്.
അങ്ങനെ ഗേസ് നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സൂര്യനവിടെ പതുക്കെ ഉദിച്ചൊക്കെ വരുന്നുണ്ട്. നല്ല മഞ്ഞ തണുപ്പുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ അറിയില്ല, കാരണം ക്യാമറയ്ക്കകത്ത് അങ്ങനെ കിട്ടില്ല. നമ്മുടെ വണ്ടി ഇതിൻ്റെ അതാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. കണ്ടോ, കോട കയറി വരുന്നുണ്ടോ? കോടമഞ്ഞിൻ ഓഹോയ് താഴ്വരയിൽ ഓഹോയ് രാത്രിയുമല്ല പൂക്കുന്നേയില്ല. ഉറക്കപ്പിച്ചിലാണ്. Good morning guys. Have you ever experienced a morning like this? Come to Munnar. ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു കറക്കിടുന്നേ. ചേട്ടനൊക്കെ കട തുറന്ന് വരുന്നേ ഉള്ളൂ. ചേട്ടൻ കട തുറന്ന ആദ്യ കച്ചവടം നമ്മുടെയാണ്. ദൈവം ചില്ലറ ഉണ്ടാവും. അവിടെ കയറി വരികയാണ് കേസ്. ഇവിടെ എന്തോ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേസ് ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. എനിക്കിത് കയ്യിൽ നോക്കി അതിനേക്കാളും കോടയായിട്ടോ. ക്യാമറ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, ബട്ട് കണ്ടോ വിസിബിലിറ്റി നോക്കി മാറിക്കിടി. ആ മാത്രമേ അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നല്ല രസം കേട്ടോ. ഞാൻ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഔ എൻ്റെ മോനെ, എന്നാ ഭംഗിയാ ബസ് കാണാൻ മഞ്ഞത്ത്. കേസ് നമുക്ക് നമ്മുടെ കോഫിയും ചായയും വന്നു. യെസ്, ഇത്രയും നല്ല തണുപ്പത്തൊരു ചായയും ഒരു കോഫിയും. എൻ്റെ സുഖം എങ്ങനെയുണ്ട്? നല്ല കോഫി കേട്ടോ, ആക്ച്വലി നല്ല കോഫി. ഇതാ കാണുന്ന ചേട്ടൻ്റെ കട കേട്ടോ. ചേട്ടൻ്റെ ആദ്യത്തെ കച്ചവടം ഞങ്ങളാണ്. ബട്ട് ചേട്ടൻ നല്ലൊരു കോഫിയും ചായയും തന്നു. നമ്മൾ വന്നയാൾ ദൈവ് നമ്മൾ അന്വേഷിച്ച ആൾ മേളിൽ നിന്ന് വരുന്നുണ്ട്. കുറേ
നേരെ പുള്ളി അങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ക്ലിയർ ആയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ മേഘം വന്ന് മറിക്കുക. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈക്ക് ഒരു ചായ കുടിച്ച് പിന്നെ ചായ കുടിക്കാം. ഹലോ ഗൈസ്, നമുക്ക് ചൂട് മാഗി വന്നു. ഒരു രക്ഷയില്ല. നമ്മളൊരു 1/4 മണിക്കൂർ നിന്ന് നീന്തും. ഇവിടെ മഞ്ഞ് കൂടുന്നല്ലാണ്ട് സൂര്യൻ വരുന്ന ഒരു ലക്ഷണമില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഫോൺ വരാൻ പറഞ്ഞു, എവിടെ എത്തി. ഇന്നലെ പുറപ്പെട്ടതാലോ, രാവിലെ ആയിട്ട് എത്തിയിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മളെന്തോ സണ്ണിൻ്റെ ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വണ്ടിയൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? വീടെടുക്കും പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ഗീസ്. നമുക്ക് വണ്ടിയൊക്കെ അടുത്തെത്തുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇപ്പോൾ ബൈ ഗീസ്. നമ്മൾ താഴെ സൺറൈസ് ഒന്നും കാണത്തില്ല എന്നൊക്കെ പറയും. നമ്മൾ കയറി ഇങ്ങനെ വന്ന് കഴിയുമ്പോണ്ടല്ലോ, തൊട്ട് വെള്ളം ഇപ്പോൾ മേഘമൊക്കെ മാറി അടിപൊളിയായിട്ട് ഇത് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിയ കനാൽ തന്നെ, ചിന്ന കനാലല്ല, പെരിയ കനാൽ. നമ്മുടെ ഒരു ജോയി ഹോട്ടൽ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ഉണ്ട്, റിസോർട്ടാണ്. എൻ്റെ തൊട്ട് താഴെയിട്ട് ആ വലിയ പാറയുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തെ മഞ്ഞൊക്കെ മാറി തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈ മേഘം നമ്മളെ പരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വരും പിന്നെ പോവും. ആസ് പെർ ദ ലോക്കൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതിനനുസരിച്ച് ഇന്നത്തെ ദിവസം സൺറൈസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് സൂര്യനൊക്കെ വരെ ഒരുപാട് സമയം എടുക്കും മക്കളെ എന്നാണ് പറയണേ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പിന്നെയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളേക്കെല്ലാം വീട്ടിൽ പോവുകയാണ് കേസ്. പിന്നെ എന്തെങ്കിലും വേറെ ദിവസം വന്ന് സൺറൈസ് ഒക്കെ കണ്ടിട്ടു. പക്ഷെ എന്നാലും അത്യാവശ്യം അടിപൊളിയായിരുന്നു ഈ സൺറൈസ് വ്യൂ. ബൈ ഗൈസ്, ഹാപ്പി ഓണം. ഒടുവിൽ നമുക്ക് ആ സൺറൈസ് വ്യൂ കിട്ടിയിരിക്കുന്നത് ഗൈസ്. വന്നത് വെറുതെ ആയില്ല, കിട്ടി നമുക്ക് ഒടുവിൽ.